വേട്ട എന്ന സിനിമയെപ്പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. എന്നാൽ ആ സിനിമയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായും അതിന്റെ സംവിധായകൻ അന്തരിച്ച രാജേഷ് പിള്ളയെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. സോ ഇത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോ. മൊത്തം 5 സിനിമകളാണ് അദ്ദേഹം തന്റെ കരിയറിൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ചാക്കോച്ചന്റെ കരിയറിലെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിക്കാറാവുന്ന ടൈമിൽ അദ്ദേഹം ചെയ്ത ചില റാൻഡം സിനിമകളിൽ ഒന്ന്. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറം 2011 മലയാള സിനിമയ്ക്ക് സംഭവിച്ച വലിയൊരു ചുവടുമാറ്റത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ ട്രാഫിക് എന്ന ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ പുറത്തിറങ്ങുന്നു. താരങ്ങൾക്കപ്പുറത്തേക്ക് കഥയ്ക്കും കഥാപശ്ചാത്തലത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ സംഭവിച്ച ഒരു റവല്യൂഷന്റെ ആദ്യപടി അതായിരുന്നു ട്രാഫിക്. ഈ പടത്തെ പറ്റിയുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് കാണാം. ഇതിനുശേഷം ഇദ്ദേഹം സംവിധാനം ചെയ്തത് 4 വർഷങ്ങൾക്കിപ്പുറം 2015 മിലി. നിവിൻ പോളിയുടെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ഉണ്ടായിരുന്ന ആ ഒരു സിനിമ ട്രാഫിക് എന്ന സിനിമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു മോട്ടിവേഷൻ പ്രമേയമായി വന്നൊരു സിനിമയായിരുന്നു. ശേഷം തൊട്ടടുത്ത വർഷം 2016 കുഞ്ചാക്കോ ബോബനുമൊത്തുള്ള തന്റെ മൂന്നാമത്തെ സിനിമ വേട്ട റിലീസാവുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലെ പോലീസും കള്ളനും തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത് മടുപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ പടത്തിന്റെ ഒരു യുണീക്ക് എലമെന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് തീർച്ചയായും ചാക്കോച്ചന്റെ ആ ഒരു വേഷമായിരുന്നു. ഇങ്ങനെ 2025 ആകുമ്പോഴേക്ക് ഒരുപാട് ഇന്റൻസ് കഥാപാത്രങ്ങൾ ചാക്കോച്ചൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും ആ ട്രാക്കിലേക്ക് അദ്ദേഹം കയറിയ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നായിരുന്നു വേട്ട. ഇതിനുശേഷം അതേ വർഷം അദ്ദേഹം സംവിധാനം ചെയ്ത ട്രാഫിക് സിനിമയുടെ ഹിന്ദി വെർഷനും പുറത്തിറങ്ങിയിരുന്നു. ഇവയ്ക്ക് പുറമെ കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി എന്നിവരെ നായകനാക്കി മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണാനന്തരം ആ സിനിമയെ പറ്റി മറ്റു വാർത്തകളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല.